ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ളതാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്, അരിയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കാം. ഇനി ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടെ മിക്സിയിലൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിലും 2 ടീസ്പൂൺ നെയ്യും പിന്നെ മുഴുവനുള്ള ഗരം മസാലകളും ചതച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്കൊരു 2 വലിയ സവാള നീളത്തിലരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ ഇത്രയും കൂടി ഇട്ട് പച്ചമണം മാറ്റി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വലിയൊരു തക്കാളി അരിഞ്ഞതും ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ കഷ്ണങ്ങളും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ചിക്കൻ നന്നായിട്ട് വേവിക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 4.5 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് അരമണിക്കൂർ നേരം കുതിർത്ത് വെച്ചേക്കുന്ന ബസ്മതി റൈസാണ്. പകരം നമുക്ക് ജീരകശാല അരിയും എടുക്കാവുന്നതാണ്. അടച്ചു വെച്ചൊരു 12 മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്താൽ ബിരിയാണി റെഡി.